കുർബാനയ്ക്ക് നിയോഗം കൊടുക്കും, ഒരു ഒപ്പീസിന് കൊടുക്കും. പരിശുദ്ധ കുർബാനയാകുന്ന ബലി അർപ്പിക്കാനായിട്ട് നമ്മൾ നിയോഗം കൊടുക്കാം. പിന്നെ ഒരു ഒപ്പീസ് വേണമെന്ന് നിർബന്ധമില്ല. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പരിശുദ്ധ കുർബാനയുടെ മക്കളെ, തിരുസഭയുടെ മക്കളെ, ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകളിലെ ഏറ്റവും ഉന്നതമായ പ്രാർത്ഥന ഏതാണ് എന്ന് ചോദിച്ചാൽ അവിടെയും തർക്കമില്ലാത്ത കാര്യമാണ്, അത് പരിശുദ്ധ കുർബാനയാണ്. മരിച്ചവർക്ക് വേണ്ടി കുർബാന, അങ്ങനെ ഒരു കുർബാന ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈശോ മിശിഹായുടെ പരിശുദ്ധ കുർബാന അത് ലോകത്തിന് മുഴുവനും വേണ്ടിയുള്ളതാണ്. ആ കുർബാനയെ ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി മാത്രമായി ചുരുക്കാനായിട്ട് മാർപ്പാപ്പയ്ക്കും പറ്റില്ല, കർദിനാളന്മാർക്കും പറ്റില്ല, വികാരിച്ചിനും പറ്റില്ല, ആർക്കും പറ്റില്ല. കാരണം ദൈവം ബലിയർപ്പിച്ചിട്ടുള്ളത് ലോകത്തിന് മുഴുവനും വേണ്ടിയാണ്. എല്ലാ കുർബാനകളും ശുദ്ധീകരണാത്മാക്കൾക്ക് വേണ്ടിയുള്ളതാണെന്നും അതിനെ വേണ്ടെന്ന് വെക്കാനോ അല്ലെങ്കിൽ കുർബാനയെ മുഴുവനും ശുദ്ധീകരണാത്മാക്കൾക്ക് വേണ്ടി ചുരുക്കാനും സാധിക്കില്ല എന്ന് പറയുമ്പോൾ അവിടെ ഒരു പ്രത്യേക കാര്യം കൂടി ഓർക്കുക. എല്ലാ കുർബാനകളിലുമുള്ള ചെറിയവരും വലിയവരും എന്ന പ്രാർത്ഥന, ചെറിയവരെല്ലാം വലിയവരൊപ്പം, ഈ ചെറിയവർ ആരാ? ശുദ്ധീകരണാത്മാക്കൾക്ക് വേണ്ടിയുള്ളതാണ്. അതുകൊണ്ട് ആര് എവിടെ ഏത് കുർബാന, എത്ര ആഘോഷമായ കുർബാന ചൊല്ലിയാലും അല്ലെങ്കിൽ എത്ര ലളിതമായ കുർബാന ചൊല്ലിയാലും ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന ഒരിക്കലും കളയാതിരിക്കുവാൻ പുരോഹിതർ ശ്രദ്ധിക്കണം. കളയുകയാണെങ്കിൽ അച്ഛനോട് പറയുക, അച്ഛാ പ്രാർത്ഥന കളയല്ലേ എന്ന് പറയാനുള്ളതായ ഒരു വിശ്വാസവും അറിവും ബോധ്യവും ആത്മാർക്കുണ്ടായിരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഈ വിഷയത്തോട് ചേർന്ന് ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി, സാധാരണഗതിയിൽ കുർബാനയ്ക്ക് നിയോഗം കൊടുക്കും, ഒരു ഒപ്പീസിനും കൊടുക്കും. സഹോദരങ്ങളെ, നമുക്കിത് മനസ്സിലാക്കാൻ സാധിക്കട്ടെ. പരിശുദ്ധ കുർബാനയാകുന്ന ബലി അർപ്പിക്കാനായിട്ട് നമ്മൾ നിയോഗം കൊടുത്താൽ പിന്നെ ഒരു ഒപ്പീസ് വേണമെന്ന് നിർബന്ധമില്ല, ആവശ്യമില്ല. കുർബാന ഇല്ലാത്ത സന്ദർഭങ്ങളിൽ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ളതായ ഒരു കൂദാശ അനുകരണമാണ് ഒപ്പീസ് എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് കുർബാന കഴിഞ്ഞ ഉടനെ ഒരു ഒപ്പീസ് ചെല്ലുക എന്നുള്ളത് നമ്മൾക്ക് അത് ശീലമായി കിടക്കുകയാണ്. അതേസമയം നമ്മൾ സെമിത്തേരിയിൽ പോയി പ്രാർത്ഥിക്കുന്നു, സെമിത്തേരിയിൽ പോയി കുഴിമാടത്തിൽ പോയി പ്രാർത്ഥിക്കുന്ന ആ സന്ദർഭത്തിൽ ഓക്കെ, അപ്പൊ അവിടെ നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് ഒരു പ്രാർത്ഥന വേണം. അപ്പൊ അതിന് നല്ലത് തീർച്ചയായിട്ടും ഒരു ഒപ്പീസ് തന്നെയാണ്. അതേസമയം ചില ഇടവകളിൽ എല്ലാ ദിവസവും 4, 5, 6, 8, 10 മരിച്ചവർക്ക് വേണ്ടിയുള്ള കുർബാനയും അത് കഴിഞ്ഞ ഉടനെ 10 ഒപ്പീസും എന്നൊക്കെ പറയുമ്പോൾ ഒരുപക്ഷെ ഒരു പുരോഹിതനെ സംബന്ധിച്ച് ഇതെല്ലാം ചെയ്യാനായിട്ട് സാധിക്കില്ല. 4, 5, 6 ഒപ്പീസ് ഉണ്ടാകുമ്പോൾ അച്ഛൻ ഓരോ കുഴിമാടത്തിലും പോയി ഒപ്പീസ് ചെല്ലുമ്പോൾ ആദ്യത്തെ ആളുടെ എവിടെ പോകണം, 6ാമത്തെ വീട്ടുകാർ അവിടെ വെയിറ്റ് ചെയ്യാണ്. അപ്പൊ പ്രശ്നം. അപ്പൊ അവിടെയൊക്കെ നമ്മൾ ഒരു പക്വമായ മനോഭാവം ഉൾക്കൊള്ളാനായിട്ട് സാധിക്കണം. ഒരുപാട് ഒപ്പീസുകൾ ഉണ്ടെങ്കിൽ പൊതുവായിട്ട് ഒരു ഒപ്പീസ് സെമിത്തേരിയിൽ കുർബാന കഴിയുമ്പോൾ അച്ഛൻ ചൊല്ലട്ടെ, ഓരോ വ്യക്തിയും അവരവരുടെ കുഴിമാടത്തിൽ നിന്ന് ഒപ്പീസിൽ പങ്കെടുക്കുക, നല്ലൊരു ക്രമീകരണമാണ്. പലപ്പോഴും സംഭവിക്കുന്ന ഒരു അപകടം, ഒരു പള്ളിയില് കുർബാന കഴിഞ്ഞ് ഒരു അച്ഛന് 8, 9, 10 ഒപ്പീസ് ഉണ്ടാകുമ്പോൾ എല്ലാവരും അവരവരുടെ കുഴിമാടത്തിൽ നിൽക്കുകയാണ്, എല്ലാവർക്കും പോകാൻ തിരക്കാണ്. അച്ഛനെത്തി പിന്നെ അച്ഛന് കാട്ടിക്കൂട്ടാവുന്നത് ഒപ്പീസും ഒരു കാട്ടിക്കൂട്ടൽ, ഒരു ചുരുക്കമുള്ള ചേരി സൗകര്യമുള്ള ചേരിയുടെയും രീതിയിൽ വെട്ടിച്ചെറുതാക്കി ഒരു ഒപ്പീൽ. അതിനേക്കാൾ എത്രയോ മനോഹരമാണ് കൂടുതൽ ഒപ്പീസുകൾ ഉണ്ടെങ്കിൽ പൊതുവായിട്ടൊരു ഒപ്പീസ് വെക്കുക. വേണമെങ്കിൽ ഒരു ചെറിയ ബോക്സ്, സൗണ്ട് ബോക്സും കൂടി ക്രമീകരിച്ച് അങ്ങനെ ആ ഒപ്പീസ് ചൊല്ലി എല്ലാവരും ആ ഒപ്പീസിൽ പങ്കെടുത്ത്, അങ്ങനെയാണെങ്കിൽ അതിൻ്റെതായ ഒരു അനുഭവം ഉണ്ടാവും. അപ്പോൾ മരിച്ചവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം, കുർബാന നിയോഗങ്ങൾ സമർപ്പിക്കണം. അത് നമ്മുടെ സാമ്പത്തികമായ കഴിവിനനുസരിച്ചായിരിക്കണം. പക്ഷെ സഭ നിശ്ചയിച്ചിരിക്കുന്ന ഒരു ക്രമീകരണമുണ്ട്, അതെല്ലാം നമുക്ക് ഓർത്തിരിക്കാനായിട്ട് സാധിക്കട്ടെ. അതോടൊപ്പം ശുദ്ധീകരണാത്മാക്കളോടുള്ള ഭക്തിയെ പരിശുദ്ധ കുർബാനയിൽ മാത്രം ചുരുക്കാതെ അനുദിന ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളിലും എല്ലാ നിമിഷവും എല്ലാ കാര്യങ്ങളും ശുദ്ധീകരണാത്മാക്കൾക്ക് വേണ്ടി കാഴ്ചവെച്ചുകൊണ്ട് ആരും പ്രാർത്ഥിക്കാനായിട്ടില്ലാത്ത ആത്മാക്കൾക്ക് മോതിരം നൽകിക്കൊണ്ട് അവരുടെ മധ്യസ്ഥതയാൽ നമ്മുടെ ഉദ്ദിഷ്ട കാര്യങ്ങൾ സാധിച്ചു കിട്ടുന്ന ഭാഗ്യം അനുഭവിക്കുവാനും നമ്മൾക്ക് സാധിക്കട്ടെ. പരമപരിശുദ്ധ തൃത്വകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ.